പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗേറ്റിൻ്റെ 2021 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നെറ്റ്വർക്കിലെ ട്രാൻസിയൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ട്രാൻസിയൻസിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എങ്ങനെയാണ് 3-4 പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി, എങ്ങനെയാണ് അതിൻ്റെ അപ്രോച്ച് എന്നും അതിനുശേഷം നമ്മൾ സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ എങ്ങനെയാണ് രണ്ട് തന്നിരിക്കുന്ന സിഗ്നലിനെ നമ്മൾ കമ്പയർ ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കറിയാം. നമ്മുടെ റെഫറൻസ് സിഗ്നൽ എപ്പോഴും നമ്മുടെ സിഗ്നൽ നമ്മുടെ വി ഓഫ് ടി അല്ലെങ്കിൽ ഐ ഓഫ് ടി എപ്പോഴും വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ഈ ഫോമിലോ അല്ലെങ്കിൽ വി എം കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ആയിരിക്കും. നമ്മുടെ ഏത് സിഗ്നലും ഇലക്ട്രിക്കൽ ഏത് സിഗ്നലും തരാണെങ്കിൽ ചോദ്യത്തിൽ തരാണെങ്കിൽ ഒന്നെങ്കിൽ വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ഫോമിലായിരിക്കും, അല്ലെങ്കിൽ വി എം കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 നമുക്ക് ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുക. ഇനി കറണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും സൈനിലും കോസിലാണ് ഡിഫറെന്റ് ടേംസിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി എങ്ങനെയാണ് ഒരേ ഫോമിലോട്ട് അല്ലെങ്കിൽ കമ്പാരബിൾ ഫോമിലോട്ട് ആക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ ഈ വി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 അല്ലെങ്കിൽ വി എം കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ആ സിഗ്നലിന്റെ മാക്സിമം വാല്യൂ ആണ്. വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ ആണ് വി എം എന്ന് പറഞ്ഞാൽ. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി ആണ്. 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫേസ് ആംഗിൾ ആണ്. ഓക്കെ, ഈ വി ഓഫ് ടി നമ്മുടെ റെഫറൻസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫേസ് ആംഗിൾ ആണ് 5. ഓക്കെ, നമുക്കറിയാം ആർ എം എസ് വാല്യൂ എന്താണ്? ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും. ഓക്കെ, ആർ എം എസ് വാല്യൂ എപ്പോഴും മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ തരുന്ന ഇക്വേഷൻസിൽ ഈ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് വി എം അല്ലെങ്കിൽ സൈനിന്റെ മുമ്പുള്ള ഈ ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചില സമയങ്ങളിൽ ചോദ്യത്തിൽ പോളാർ ഫോമിലായിരിക്കും നമ്മുടെ വി ഓഫ് ടി അല്ലെങ്കിൽ കറണ്ട് തരാം. ഓക്കെ, പോളാർ ഫോം എന്ന് പറഞ്ഞാൽ വി ഓഫ് ടി ഈക്വൽ ടു വി എം ആംഗിൾ പ്ലസ് ഓർ മൈനസ് 5 ഈ ഫോമിലായിരിക്കും ചില സമയങ്ങളിൽ നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ ചോദ്യത്തിൽ കാണാം. ഇതിനെയാണ് നമ്മൾ പോളാർ ഫോം എന്ന് പറയാം. ഓക്കെ, ഇതിനെ റെക്ടാംഗുലർ ഫോം ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ റെക്ടാംഗുലർ ഫോം ആക്കാനായിട്ട് വി എം ഇൻറ്റു കോസ് 5 പ്ലസ് ഓർ മൈനസ് ഒരു ഇമാജിനറി ടേം വരും ജെ പ്ലസ് ഓർ മൈനസ് ജെ വി എം സൈൻ 5. ഇങ്ങനെയാണ് നമ്മൾ റെക്ടാംഗുലർ അല്ലെങ്കിൽ പോളാർ ഫോമിനെ റെക്ടാംഗുലർ ഫോമിലോട്ട് ആക്കുക. ഇതാണ് ഇതിന്റെ പോളാർ ഫോം. ആംഗിൾ തരാണെങ്കിൽ അത് പോളാർ ഫോം, ജെ കോംപ്ലക്സ് ടേമിൽ തരാണെങ്കിൽ അതിന്റെ റെക്ടാംഗുലർ ഫോം ആയിരിക്കും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഓർത്തിരിക്കേണ്ടത്, സപ്പോസ് ഒരു കോംപ്ലക്സ് ടേം നിങ്ങൾക്ക് തന്നു വിചാരിക്കുക. ഓക്കെ, സപ്പോസ് x equal to a plus ib, ഇതൊരു കോംപ്ലക്സ് ആണ്. ഇത് റെക്ടാംഗുലർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് പോളാർ ഫോമിലോട്ട് ആക്കണമെങ്കിൽ ഇതിനെ നമ്മൾ പോളാർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സി ആംഗിൾ പ്ലസ് ഓർ മൈനസ് 5 എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഓക്കെ, എക്സ് ഓഫ് എ പ്ലസ് ഐ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം സി ആംഗിൾ പ്ലസ് ഓർ മൈനസ് 5 ആയിരിക്കും. അതിൽ സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അതുപോലെ 5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ഇതായിരിക്കും 5ന്റെ വാല്യൂ. ഓക്കെ, കൊടുത്തിരിക്കാം എക്സ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഒരു റെക്ടാംഗിൾ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പോളാർ ഫോമിലോട്ട് ആക്കാനായിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും അതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ബി ബൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ അതിന്റെ റിയൽ പാർട്ട്. ഇനി ഈ 5 എഴുതുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. 5 എഴുതുമ്പോൾ നമ്മൾ അതിന്റെ ക്വാഡ്രാന്റ് നമ്മൾ നോക്കണം. ഓക്കെ, 5 എഴുതുമ്പോൾ നമ്മൾ അതിന്റെ ക്വാഡ്രാന്റ് നോക്കണം. ഇതാണ് നമ്മുടെ റിയൽ പാർട്ട്, ഇതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇത് നെഗറ്റീവ് റിയൽ, ഇത് നെഗറ്റീവ് ഇമാജിനറി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഈ എ പ്ലസ് ഐ ബിയുടെ സൈൻ നോക്കാം. ഓക്കെ, എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രാന്റ് ആയിരിക്കും. എ നെഗറ്റീവ് ബി പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. എയും ബി നെഗറ്റീവ് ആണെങ്കിൽ തേർഡ്, എ പോസിറ്റീവ് ബി നെഗറ്റീവ് ആണെങ്കിൽ ഫോർത്ത്. അങ്ങനെയാണ് ക്വാഡ്രാന്റ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രാന്റിലാണെങ്കിൽ അതായത് എയും ബിയും വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രാന്റിലാണെങ്കിലാണ് ഈ ഇക്വേഷൻ വാല്യൂ 5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എന്ന് നമ്മൾ എഴുതാം ഫസ്റ്റ് ക്വാഡ്രാന്റിലാണെങ്കിൽ. ഇനി നേരെ മറിച്ച് സെക്കൻഡ് ക്വാഡ്രാന്റിലാണെങ്കിൽ അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എ പ്ലസ് ജെ ബി ആണെങ്കിൽ 5 നമ്മൾ എഴുതാം 5 വിൽ ബി ഈക്വൽ ടു പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. ഓക്കെ, ഇങ്ങനെയാണ് 5ന്റെ വാല്യൂ വരാം സെക്കൻഡ് ക്വാഡ്രാന്റ് ആണെങ്കിൽ. തേർഡ് ക്വാഡ്രാന്റ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് എ മൈനസ് ജെ ബി ആണ്. അപ്പോൾ ഇത് ഇവിടെ 5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പൈ പ്ലസ് 180 ഡിഗ്രി ആണ്, പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. അപ്പോൾ എപ്പോഴും 5ന്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ ആയിരിക്കും. ക്വാഡ്രാന്റ് അനുസരിച്ചായിരിക്കും പൈ പ്ലസ് ആണോ പൈ മൈനസ് ആണോ എന്ന് നോക്കാം. നേരെ മറിച്ച് ഫോർത്ത് ക്വാഡ്രാന്റ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു എ മൈനസ് ജെ ബി ആയിരിക്കും ഫോർത്ത് ക്വാഡ്രാന്റ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ ആയിരിക്കും. ഈ ഒരു പോയിന്റ് നോട്ടിരിക്കണം.
ഒരു റെക്ടാങ്കുലർ ഫോം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളാർ ഫോം അതിന്റെ പോളാർ ഫോമിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും. അതിന്റെ ഫൈന്റെ വാല്യൂ പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് b ബൈ a അല്ലെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് ഇമാജിനറിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ റിയൽ വാല്യൂയുടെ മാഗ്നിറ്റ്യൂഡ്. ഓരോ ക്വാഡ്രന്റ് അനുസരിച്ചും ഫൈന്റെ വാല്യൂ മാറും. ഇത് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് സീരീസ് RLC സർക്യൂട്ട് ആണ്. ഇതാണ് നമ്മുടെ സീരീസ് RLC സർക്യൂട്ട്. R L L L C 3 എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് V നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഒരു കറന്റ് I ഫ്ലോ ചെയ്യും. റെസിസ്റ്റൻസ് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VR ആണ്. ഇൻഡക്ടൻസ് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VL ആണ്. കപ്പാസിറ്റൻസ് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VC ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന്റെ ടോട്ടൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V ആണ്. AC ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മുടെ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ വെക്ടർ അഡീഷൻ ആണ് നടത്തുക. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് V വിൽ ബി ഈക്വൽ ടു വെക്ടർ ഓഫ് VR പ്ലസ് വെക്ടർ ഓഫ് VL വോൾട്ടേജ് VL പ്ലസ് വെക്ടർ ഓഫ് DC വോൾട്ടേജ്. ഇതാണ് നമ്മുടെ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ ഇക്വേഷൻ ആയിട്ട് വരാം. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് വിആറിന്റെ വാല്യൂ എന്താണ്? VR വോൾട്ടേജ് VR വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു R. I ഇൻറ്റു R ആണ് നമ്മുടെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ്? ഇൻഡക്ടൻസ് അക്രോസ് I ഇൻറ്റു XL, കറന്റ് ഇൻറ്റു R. XL ആണ് അതിൽ ഡ്രോപ്പ്. XL പ്ലസ് 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇൻഡക്ടൻസ് ആണ് 90 ഡിഗ്രി ആണ്. JXL ആണ് നമ്മൾ നോർമലി റിയാക്ടൻസ് അക്രോസ് ഇത് ചെയ്താൽ. ഓക്കെ, അതുപോലെ VC വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് VC വിൽ ബി I ഇൻറ്റു XC ആംഗിൾ മൈനസ് 90 ഡിഗ്രി. ഓക്കെ, ഇതിന്റെ മൂന്നിന്റെയും അഡീഷൻ ആയിരിക്കും നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ്. ഇനി നമ്മൾ ഇതിന്റെ ഫേസർ റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ട് പോകണം. ഫേസർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സീരീസ് സർക്യൂട്ടിൽ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. സീരീസ് സർക്യൂട്ടിൽ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. സീരീസ് സർക്യൂട്ടിൽ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. കറണ്ടിന്റെ വാല്യൂ ആയിരിക്കും നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, കറണ്ട് ആണ് നമ്മുടെ റെഫറൻസ് ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അടുത്ത് നമുക്കറിയാം വോൾട്ടേജ് നമ്മുടെ റെസിസ്റ്റൻസ് എപ്പോഴും ഇൻ ഫേസ് ആയിരിക്കും. റെസിസ്റ്റൻസ് അക്രോസുള്ള വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. അതുകൊണ്ട് കറണ്ടിന്റെ അതേ വാല്യൂവിൽ തന്നെ അതേ ഇതിൽ തന്നെ ആക്സിസിൽ തന്നെ ആയിരിക്കും നമ്മുടെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് വരാം. ഓക്കെ, അതേസമയം ഇൻഡക്ടൻസിന് അക്രോസ് ആണെങ്കിൽ എന്താണ് വരാം? ഇൻഡക്ടൻസ് എക്സലിന് അക്രോസ് ആണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന് അക്രോസ് വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുക, കറണ്ട് ലാഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഡക്ടൻസ് അക്രോസ് നമുക്കറിയാം വോൾട്ടേജ് ആണ് നമ്മുടെ ലീഡ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഈ ഡയറക്ഷൻ നമ്മൾ അതിന് അക്രോസുള്ള വോൾട്ടേജ് നമ്മൾ റിപ്രസെന്റ് ചെയ്യും VL എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് അക്രോസ് എപ്പോഴും നമ്മുടെ കറണ്ട് ആണ് ലീഡ് ചെയ്യുക, വോൾട്ടേജ് ലാഗ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതിനെ താഴോട്ട് വായിക്കും. കാരണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ ലാഗിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ VC. ഓക്കെ, ഇനി നമുക്ക് 3 കേസസ് ആണ് ഇതിൽ വരാം. ഓക്കെ, 3 കേസസ് വരും. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ കേസ് 1 എന്ന് പറഞ്ഞാൽ VL ഗ്രേറ്റർ ദാൻ VC. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ VL ലെസ് ദാൻ VC. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ VL ഈക്വൽ ടു VC. ഈ 3 കേസുകളാണ് നമുക്ക് ഈ ഒരു സീരീസ് RLC സർക്യൂട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ സീരീസ് RLC സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയല്ല RL സർക്യൂട്ട് അതുപോലെ LC സർക്യൂട്ട്, RC സർക്യൂട്ട്, R എലോൺ ആയിട്ട്, L എലോൺ ആയിട്ട്, C എലോൺ ആയിട്ട് വരുന്ന എല്ലാ സർക്യൂട്ടും നമുക്ക് ഈ ഒരു കാണുന്ന ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ 3 റിലേഷൻഷിപ്പ് നോട്ട് ചെയ്ത് വെക്കുക. സം ഓഫ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ബി ഈക്വൽ ടു VR പ്ലസ് VL പ്ലസ് VC. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അക്രോസിലെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R ആണ്. ഇൻഡക്ടൻസ് അക്രോസിലെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു XL പ്ലസ് 90 ആണ്. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് അക്രോസിലെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു XC ആംഗിൾ മൈനസ് 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫേസർ ഡയഗ്രാം കൊടുത്തിരിക്കുക. ഇനി നമ്മൾ ഈ 3 കേസിൽ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ പറ്റുകയാണെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അടുത്തത് നമ്മൾ 3 കേസസ് ആണ് പറഞ്ഞു. VL ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ VC, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഗ്രേറ്റർ ദാൻ VC, അത് എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡ് ആണ്. VL ഗ്രേറ്റർ ദാൻ VC ആണ് ഒരു കേസ്. നമുക്ക് VL ഈക്വൽ ടു VC, നമുക്ക് VL ലെസ് ദാൻ VC. ഈ 3 കണ്ടീഷൻ കൊടുത്തിരിക്കുക. VL ഗ്രേറ്റർ ദാൻ VC ആണ്. അതായത് ഇൻഡക്ടൻസ് അക്രോസ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ഇൻഡക്ടൻസ് അക്രോസ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഫേസർ റെപ്രസെന്റേഷൻ. അതിൽ നിന്ന് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് വിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ഹോൾ സ്ക്വയർ. എല്ലാം മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, കൺസിഡർ എല്ലാം ക്വാണ്ടിറ്റീസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഫേസ് ആംഗിൾ ഫൈ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് VL മൈനസ് VC ഡിവൈഡഡ് ബൈ VR ആയിരിക്കും. ഈ VL ഗ്രേറ്റർ ദാൻ VC ആണെങ്കിൽ ആ സർക്യൂട്ട് ലാഗിംഗ് സർക്യൂട്ട് ആയിരിക്കും. ഇനി അതേസമയം VL ന്റെ വാല്യൂ VC യുടെ ഈക്വൽ ആണെങ്കിൽ ഇൻഡക്ടൻസ് ഡ്രോപ്പും അതുപോലെ കപ്പാസിറ്റൻസ് വോൾട്ടേജ് ഡ്രോപ്പും ഈക്വൽ ആണെങ്കിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിയാക്ടൻസ് ഡ്രോപ്പിന് റെസിസ്റ്റൻസിന്റെ ഡ്രോപ്പിനെ ഈക്വൽ ആയിരിക്കും. ആ സമയത്തുള്ള ഫൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ VL ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് VL ഈക്വൽ ടു VC എന്ന് പറഞ്ഞ കണ്ടീഷനാണ് നമ്മുടെ റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ സീരീസ് RLC സർക്യൂട്ടിൽ എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് VL is equal to വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു റെസൊണൻസ് കണ്ടീഷൻ ആണ്. ആ ഒരു കണ്ടീഷനിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ വാല്യൂ എപ്പോഴും റെസിസ്റ്റൻസിന് അക്രോസ് ആയിരിക്കും ഡ്രോപ്പ് ആവാം. ഓക്കെ, ആ സമയത്തുള്ള ഫൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി ഇൻഡക്ടൻസ് ഡ്രോപ്പ് ലെസ് ദാൻ കപ്പാസിറ്റൻസ് ഡ്രോപ്പ് ആണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഫേസ് റെപ്രസെന്റേഷൻ വരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജിന്റെ റിലേഷൻ കൊടുത്തിരിക്കും VR സ്ക്വയർ പ്ലസ് VC മൈനസ് VL ആയിരിക്കും വരാം. അതുപോലെ തന്നെ ഫൈന്റെ വാല്യൂ tan ഇൻവേഴ്സ് ഓഫ് VC മൈനസ് VL ഡിവൈഡഡ് ബൈ VR.
ഈ ഒരു കണ്ടീഷനിലെ സർക്യൂട്ട് ലീഡിംഗ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് കൂടുതലായിട്ട് വരുന്നത്. അടുത്തത് പാരലൽ RLC സർക്യൂട്ട് ആണ്. പാരലൽ RLC സർക്യൂട്ടിൽ എപ്പോഴും നമ്മുടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർത്തിരിക്കാം, പാരലൽ സർക്യൂട്ട് എപ്പോഴും നമ്മുടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലാ എലിമെന്റിനെ അക്രോസ് ഉള്ള പാരലൽ എലിമെന്റ്സിനെ അക്രോസ് ഉള്ള എല്ലാ എലിമെന്റ്സിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമുക്കൊരു പാരലൽ RL സർക്യൂട്ട് ഉണ്ട്. R എലിമെന്റ്, L എലിമെന്റ്, C എലിമെന്റ്. അതിനെ ക്രോസ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ബി അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എലിമെന്റ്സിനും ത്രൂ പോകുന്ന കറണ്ടിന്റെ ഫേസർ സമ്മാനിക്കും, വെക്ടർ സമ്മാനിക്കും. ബേസിക് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മൂന്ന് എലിമെന്റ്സിൽ കൂടി പോകുന്ന കറണ്ടിന്റെ വെക്ടർ സമ്മാനിക്കും ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരീസ് RLC സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫേസർ ഡയഗ്രാം ഉണ്ട്. അതിൽ നമ്മുടെ വോൾട്ടേജ് ആണ് നമ്മൾ റെഫറൻസ് ഫേസ് ആയിട്ട് എടുക്കുക. കാരണം വോൾട്ടേജ് ആണ് എപ്പോഴും പാരലൽ സർക്യൂട്ടിൽ കോൺസ്റ്റന്റ്. പിന്നെ നമുക്കറിയാം റെസിസ്റ്റൻസിന് അക്രോസ് എപ്പോഴും വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. അതുകൊണ്ട് കറണ്ട് വരാം വോൾട്ടേജിന്റെ അതേ ഫേസിൽ തന്നെയായിരിക്കും റെസിസ്റ്റൻസിൽ കൂടി പോകുന്ന കറണ്ട് ഫേസർ വരാം. ഓക്കെ, അതേസമയം ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട്, ഇൻഡക്ടർ നമുക്കറിയാം ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജിനെക്കാട്ടും ലാഗ് ചെയ്യും കറണ്ട്. അപ്പോൾ നമുക്കറിയാം കറണ്ട് ലാഗ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കണം. അപ്പോൾ റെഫറൻസ് ഫേസർ ബിയിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട് അതിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം കപ്പാസിറ്ററിൽ കൂടി പോകുന്ന കറണ്ട് എപ്പോഴും ലീഡിംഗ് ആയിരിക്കും, വോൾട്ടേജിനെക്കാളും ലീഡിംഗ് ആയിരിക്കും കപ്പാസിറ്ററിൽ കൂടി പോകുന്ന കറണ്ട്. അതുകൊണ്ട് നമ്മുടെ വോൾട്ടേജ് ആണെങ്കിൽ ലീഡ് ആവണമെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന 90 ഡിഗ്രി. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കപ്പാസിറ്റർ കറണ്ട് IC. നമ്മുടെ വോൾട്ടേജ് RLC സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ തന്നെ പാരലൽ RLC സർക്യൂട്ടിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ കറണ്ടിന്റെ വാല്യൂ ഡിപെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന്, ഇൻഡക്ടർ കറണ്ടിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ IC ആണെങ്കിൽ. രണ്ടാമത്തെ കേസ് ഇൻഡക്ടർ കറണ്ടും കപ്പാസിറ്റർ കറണ്ടും ഈക്വൽ ആണെങ്കിൽ. മൂന്നാമത്തെ കേസ് ഇൻഡക്ടർ കറണ്ട് ലെസ് ദാൻ കപ്പാസിറ്റർ കറണ്ട് ആണെങ്കിൽ. നേരത്തെ ഈ ഒരു ഇതിൽ നിന്നാണ്, ഈ ഒരു ഫേസർ റെപ്രസെന്റേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡിറക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ഫേസർ ഡയഗ്രാം ആണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ IL ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ IC ആണെങ്കിൽ, അതായത് IL ഗ്രേറ്റർ ദാൻ IC ആണെങ്കിൽ നമ്മുടെ ഫേസർ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ IL മൈനസ് IC ആയിരിക്കും. ഓക്കെ, IL മൈനസ് IC ആയിരിക്കും ഡൗൺലോഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഇതായിരിക്കും അതിന്റെ ആംഗിൾ, ഫേസ് ആംഗിൾ φ. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ √φr² പ്ലസ് IL മൈനസ് IC ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ ഫൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് IL. tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആണ്. ഫൈന്റെ ഓപ്പോസിറ്റ് IL മൈനസ് IC ആണ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ IR ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ IL ഗ്രേറ്റർ ദാൻ IC. അതേസമയം ഇൻഡക്ടർ കറണ്ടും കപ്പാസിറ്റർ കറണ്ട് ഈക്വൽ ആണെങ്കിൽ വീണ്ടും റെസൊണൻസ് കണ്ടീഷൻ വന്നു. ഓക്കെ, ഇൻഡക്ടർ കറണ്ടും കപ്പാസിറ്റർ കറണ്ടും ഈക്വൽ ആണെങ്കിൽ റെസൊണൻസ് കണ്ടീഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇൻ കേസ് രണ്ട് കറണ്ട് ഇൻഡക്ടറിൽ പാരലൽ സർക്യൂട്ട് വന്നിട്ട് അതിൽ ഇൻഡക്ടർ കറണ്ടും കപ്പാസിറ്റർ കറണ്ടും ഈക്വൽ ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് കറണ്ടിന്റെ നമ്മുടെ ടോട്ടൽ കറണ്ട് ഐന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൽ കൂടി പോകുന്ന കറണ്ടിന്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ സമയത്തുള്ള ഫൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഫൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ കറണ്ട് ലെസ് ദാൻ കപ്പാസിറ്റർ കറണ്ട്. ഇൻഡക്ടർ കറണ്ട് ലെസ് ദാൻ പറഞ്ഞാൽ ICയുടെ വാല്യൂ കൂടുതൽ, അതുകൊണ്ട് ഈ ഒരു ഫേസർ മുകളിലോട്ടായിരിക്കും വരാം. അങ്ങനെയാണ് IC മൈനസ് IL നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറണ്ട് മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ I = √φr² പ്ലസ് IC മൈനസ് IL ഹോൾ സ്ക്വയർ. അതുപോലെ ഫൈന്റെ വാല്യൂ tan ഇൻവേഴ്സ് ഓഫ് IC മൈനസ് IL ഡിവൈഡഡ് ബൈ IR. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇത്ര മാത്രമാണ്. ഈ ഒരു ഫേസർ ഡയഗ്രാം ആണ് ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ സീരീസ് സർക്യൂട്ടിൽ സീരീസിൽ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് കറണ്ട് ആയിരിക്കും നമ്മൾ റെഫറൻസ് ഫേസർ ആയിട്ട് എടുക്കാം. അതേസമയം പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും കോൺസ്റ്റന്റ്. അതുകൊണ്ട് നമ്മൾ വോൾട്ടേജ് ആണ് ഫേസർ റെഫറൻസ് ആയിട്ട് എടുക്കാം. പിന്നെ ഓർത്തിരിക്കേണ്ടത് റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. അതേസമയം ഇൻഡക്ടറിലാണെങ്കിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. അതേസമയം കപ്പാസിറ്ററിലാണെങ്കിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓർത്തിരിക്കാം, റെസിസ്റ്റൻസ് അക്രോസ് VI ഇൻ ഫേസ് ആണ്. ഇൻ ഫേസ് റെസിസ്റ്റൻസ് അക്രോസ് VI ഇൻ ഫേസ് ആണ്. ഇൻഡക്ടറിലെ V ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. ഓക്കെ, ഇൻഡക്ടറിലെ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. കപ്പാസിറ്ററിലെ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഈ ഒരു 3 പോയിന്റ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സീരീസ് RLC സർക്യൂട്ടിലും അതുപോലെ തന്നെ പാരലൽ RLC സർക്യൂട്ടിലും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. നമ്മുടെ റെസൊണൻസ് സർക്യൂട്ടാണ്. ആദ്യം നമ്മൾ സീരീസ് റെസൊണൻസ് RLC സർക്യൂട്ടാണ് നോക്കുന്നത്. സീരീസ് റെസൊണൻസിൽ എന്താണ് ഉണ്ടാകുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓർത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ സീരീസ് RLC സർക്യൂട്ട്. ഒരു സപ്ലൈ സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്. അതിന് 3 അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. VR, VL, VC. 3ഉം കറണ്ട് അബ്സോർബിംഗ് എലിമെന്റ് ആയതുകൊണ്ട് കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗമായിരിക്കും പോസിറ്റീവ്. ഓക്കെ, കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗം പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് XL ഇൻഡക്ടൻസ് റിയാക്ടൻസ് XL നമുക്ക് JωL എന്ന് എഴുതാം. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC നമുക്ക് 1/JωC എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ ഈ സർക്യൂട്ട് സീരീസ് RLC സർക്യൂട്ടിന്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് R + J × ωXL - XC ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടൻസ് നമ്മുടെ ഇംപെഡൻസ് എന്ന് പറയുന്നത്
ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് ഏത് വാല്യൂ ആണോ കൂടുതൽ അതിനനുസരിച്ച് നമ്മുടെ ഇത് മാറും. എക്സൽ ആണ് ഗ്രേറ്റർ ആണെങ്കിൽ ഇതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ലാഗിംഗ് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യാം. എക്സി ആണ് കൂടുതലെങ്കിൽ ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യാം. ഇനി നമ്മുടെ റെസൊണൻസ് കണ്ടീഷനിൽ ഓർത്തിരിക്കാനുള്ള പോയിന്റ് ആണ് റെസൊണൻസ് കണ്ടീഷനിൽ ഈ രണ്ട് റിയാക്ടൻസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റെസൊണൻസ് സർക്യൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് റെസൊണൻസ് എക്സൽ വിൽ ബി ഈക്വൽ ടു എക്സി. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ റെസൊണൻറ്റ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ ആ സമയത്ത് ഓർത്തിരിക്കേണ്ടത് എക്സൽ ഈക്വൽ ടു എക്സ് ഇല്ലെങ്കിൽ റിയാക്ടൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഒമേഗ നോട്ട് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ നോട്ട് റെസൊണൻറ്റ് ആംഗുലർ ഫ്രീക്വൻസി കിട്ടും 1/√LC. ഓർത്തിരിക്കുക ഒമേഗ നോട്ട് 1/√LC ആണ്. ഒമേഗ നോട്ട് നമുക്ക് 2π × f naught എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് റെസൊണൻറ്റ് ഫ്രീക്വൻസി f naught കിട്ടും 1/2π√LC. ഓക്കെ, ഇനി അപ്പോൾ ഓർത്തിരിക്കേണ്ടത് റെസൊണൻസിൽ ഒന്നാമത്തെ ഓർത്തിരിക്കേണ്ടത് എക്സ് ഈക്വൽ ടു എക്സി. റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π√LC ആണ്. ഇത് ഹെർട്സിലാണ്, ഇത് റേഡിയൻസിലാണ്, റേഡിയൻസ് പെർ സെക്കൻഡ്സിലാണ്. ഓക്കെ, ഇനി ഈ കണ്ടീഷനിൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എക്സി ആണെന്ന് പറഞ്ഞ റെസൊണൻസിൽ ആ സമയത്ത് നമ്മുടെ ഈ മൊത്തം സർക്യൂട്ടിലെ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വെറും റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. അതുകൊണ്ട് ആ റെസൊണൻസിൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് വെറും റെസിസ്റ്റീവ് എലിമെന്റ്സ് റെസിസ്റ്റൻസ് മാത്രമേ റെസൊണൻസ് സർക്യൂട്ടിലെ കണ്ടീഷനിൽ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് സർക്യൂട്ടിലുള്ള കറണ്ട് മാക്സിമം കറണ്ട് ആയിരിക്കും. റെസൊണൻറ്റ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് മാക്സിമം ആയിരിക്കും സർക്യൂട്ടിൽ. ആ സമയത്തുള്ള പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. ഓക്കെ, ഇത്രയും പോയിന്റ് സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു റെസൊണൻസിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കപ്പാസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ആ സമയത്തുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ = V/R ആയിരിക്കും. ഈ കറണ്ട് മാക്സിമം കറണ്ട് ആയിരിക്കും. അതുപോലെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π√LC. നമുക്ക് ഓരോ എലിമെന്റിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്താണെന്ന് നോക്കാം. VR അക്രോസ് നമുക്ക് I/R ആണ് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് കിട്ടുക. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് VR റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ I/R ആണ്. അതുപോലെ തന്നെ സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് എല്ലാ എലിമെന്റിലുള്ള കറണ്ട് സെയിം ആയിരിക്കും. VL എന്ന് പറഞ്ഞാൽ I/XL. I/XL ആണ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. പക്ഷേ നമുക്കറിയാം റെസൊണൻറ്റ് കണ്ടീഷനിൽ നമുക്കറിയാം I-ന്റെ വാല്യൂ V/R ആണ്. ഓക്കെ, I-ന്റെ വാല്യൂ V/R ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും V/R × XL-നെ J⍵0L. കാരണം നമുക്കറിയാം XL എന്ന് പറഞ്ഞാൽ ആ സമയത്ത് റെസൊണൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻറ്റ് കണ്ടീഷനിലാണ് നമ്മൾ കറണ്ടിനെ V/R എന്ന് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസി റെസൊണൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ XL J⍵0L എന്ന് പറഞ്ഞത്. ഓക്കെ, ആ സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ടേം എന്ന് പറഞ്ഞാൽ ω0L/R എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടേം വരികയാണ്. ആ ടേമിനെ നമ്മൾ Q എന്നാണ് വിളിക്കുക. Q എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടറാണ്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടറാണ്. ഇമ്പോർട്ടൻറ്റ് ടേം ആണ്, ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡക്ടറിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I/XL ആണ്. റെസൊണൻറ്റ് കണ്ടീഷനിൽ I നമുക്ക് V/R ആയിട്ട് എഴുതാം. ഓക്കെ, അതിനുശേഷം XL-നെ J⍵0L എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ ω0L/R-നെ നമുക്ക് Q അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷനാണ് Q × V ∠ 90°. ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആണ്. ക്വാളിറ്റി വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഇസ് ഗിവൺ അറ്റ് റെസൊണൻറ്റ് ടൈം ഇസ് ഗിവൺ ആസ് Q × V ∠ 90°. അതുപോലെ തന്നെയാണ് കപ്പാസിറ്റർ വോൾട്ടേജ് VC എന്ന് പറഞ്ഞാൽ I/XC ആണ്. ഓക്കെ, അറ്റ് റെസൊണൻറ്റിൽ I V/R ആയിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന R⍵0C-നെ നമ്മൾ Q എന്നാണ് വിളിക്കുക. 1/ω0RC-നെ നമ്മൾ ക്വാളിറ്റി ഫാക്ടർ തന്നെയാണ് വിളിക്കുക. ഓക്കെ, ആ സമയത്ത് ഉണ്ടാകുന്ന കപ്പാസിറ്ററിനെ അക്രോസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ QV ∠ -90°. ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ടേം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു RL സർക്യൂട്ടിന് ക്വാളിറ്റി ഫാക്ടർ വിൽ ബി ω0L/R. അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി RC സർക്യൂട്ടിന് ക്വാളിറ്റി ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/ω0RC. ഈ ഇക്വേഷൻസ് ഒക്കെ സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ടിനാണ്. പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ടിനൊക്കെ ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും വരാം. ഓക്കെ, ക്വാളിറ്റി ഫാക്ടറിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ω0 × എനർജി സ്റ്റോർഡ് അറ്റ് റെസൊണൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് പവർ ഡിസിപ്പേറ്റഡ്. റെസൊണൻസ് കണ്ടീഷനിൽ ഓർത്തിരിക്കേണ്ട അടുത്തൊരു രണ്ട് ഗ്രാഫാണ്. ഒന്ന് ഇംപിഡൻസ് എക്സ് വേഴ്സസ് ഫ്രീക്വൻസിയും, അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് കറണ്ട് വേഴ്സസ് ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ഫ്രീക്വൻസി. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇംപിഡൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ റിയാക്ടൻസ് എങ്ങനെയാണ് ഫ്രീക്വൻസി ആയിട്ട് വേരി ചെയ്യുന്നതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. നമുക്കറിയാം റെസിസ്റ്റീവ് എലിമെന്റ്സ് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റെസിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസിയാണ്. പക്ഷേ നമ്മുടെ XL ഇൻഡക്റ്റീവ് റിയാക്ടൻസും അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസും നമ്മുടെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം XL ഇക്വേഷൻ പറഞ്ഞാൽ J⍵L ആണ്. അതായത് ഇൻഡക്റ്റൻസ് റിയാക്ടൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതുകൊണ്ട് നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഈ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി. നമ്മൾ പറഞ്ഞു ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും, ഈ ഒരു പോയിന്റിൽ XL വാല്യൂ XC-ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ റെസൊണൻറ്റ് കണ്ടീഷൻ. ഓക്കെ, ആ സമയത്ത് ഉണ്ടാകുന്ന റിയാക്ടൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഫ്രീക്വൻസി F0-നെക്കാട്ടും റൈറ്റിലോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നതോറും ഇൻഡക്റ്റീവ് പാർട്ടാണ് കൂടുതൽ. അതുകൊണ്ട് ഈ ഒരു ഭാഗം ലാഗിങ് ആയിരിക്കും. അതുപോലെ തന്നെ റെസൊണൻറ്റ് ഫ്രീക്വൻസിനേക്കാളും ലെസ് ഈ ഒരു ഏരിയയിൽ നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ ലീഡിംഗ് സർക്യൂട്ട് ആയിട്ടാണ് സർക്യൂട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്തത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് കറണ്ട് വേഴ്സസ് ഒമേഗ അല്ലെങ്കിൽ കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, നമുക്കറിയാം
റെസൊണന്റ് കണ്ടീഷനിലാണ് സീരീസ് റെസൊണന്റ് സർക്യൂട്ടിൽ കറണ്ട് മാക്സിമം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ കറണ്ട് മാക്സിമം കിട്ടാം. അതിന്റെ √2 അല്ലെങ്കിൽ 0.7017 ടൈംസ് IM. ആ ഒരു പോയിന്റ് നമ്മൾ രണ്ട് ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യും. ഒന്ന് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഒന്ന് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ജസ്റ്റ് ഓർത്തിരിക്കുക, ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ 3 dB ലൈൻ എന്ന് പറഞ്ഞാൽ FH - FL. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ IM ഡിവൈഡഡ് ബൈ √2 എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ലോവർ കട്ട് ഓഫും അതുപോലെ തന്നെ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഈ ബാൻഡ് വിഡ്ത്തിൽ നിന്ന് ക്വാളിറ്റി ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു F0 × FH - FL. അതുപോലെ തന്നെ FO അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ √FL × FH ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ചിലപ്പോൾ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇക്വേഷൻസ് ഓർത്തിരിക്കുക. അടുത്തത് പാരലൽ റെസൊണന്റ് സർക്യൂട്ട് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓർത്തിരിക്കുന്നത് നമ്മുടെ പാരലൽ സർക്യൂട്ട് ആകുന്നുണ്ട്. ഒരു വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, അതുപോലെ കപ്പാസിറ്റൻസ്. നമുക്കറിയാം പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ കറണ്ട് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദി കറൻസ് ആയിരിക്കും. അത് ഫേസർ ആണ്, കാരണം വോൾട്ടേജ് ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം പാരലൽ ക്വാണ്ടിറ്റീസിലെ പാരലൽ എലിമെന്റ്സിൽ നമുക്ക് അഡ്മിറ്റൻസ് നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാം. സീരീസിലാണെങ്കിൽ നമുക്ക് ഇംപെഡൻസ് നേരിട്ട് ആഡ് ചെയ്യാവുന്ന പോലെ പാരലൽ സർക്യൂട്ടിലെ അഡ്മിറ്റൻസ് നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആറിന്റെ അഡ്മിറ്റൻസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/R. ഇതിൽ നിന്ന് കണ്ടക്ടൻസ് വിളിക്കാം, G എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ XL നമുക്ക് അതേപോലെ റെപ്രസെന്റ് ചെയ്ത അഡ്മിറ്റൻസ് നമ്മൾ എഴുതി. ഈ പാരലൽ സർക്യൂട്ടിന്റെ റെസൊണൻസ് അല്ലെങ്കിൽ പാരലൽ സർക്യൂട്ടിന്റെ അഡ്മിറ്റൻസ് നമുക്ക് കിട്ടി. ഇംപെഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് റെസിപ്രോക്കൽ ആണ് അഡ്മിറ്റൻസ്. ഓക്കെ, റെസൊണൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ XL = XC ആയിരിക്കും. അതേ XL = XC ആയിരിക്കും റെസൊണൻസ് കണ്ടീഷനിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ റെസൊണൻസിൽ നമുക്ക് കിട്ടും അഡ്മിറ്റൻസിന്റെ വാല്യൂ 1/R എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സീരീസ് റെസൊണൻസിൽ കിട്ടിയതുപോലെ തന്നെയാണ് ω0 = 1/√LC തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F0 = 1/2π√LC. സെയിം തന്നെയാണ് റെസൊണൻസ് ഫ്രീക്വൻസി. പാരലൽ റെസൊണൻസും അതുപോലെ തന്നെ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിലും റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, 1/2π√LC ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ കറണ്ട് ആണ്. കറണ്ട് നമുക്കറിയാം, ഓരോ എലിമെന്റിൽ ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ IR. റെസിസ്റ്റൻസിൽ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ V/R ആണ്. നമ്മൾ നേരത്തെ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ ഓരോ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഓരോ എലിമെന്റ്സിനെ അക്രോസുള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെയാണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ നമ്മൾ ഓരോ എലിമെന്റിൽ കൂടി പോകുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന് IR = V/R എന്ന് കിട്ടും. IL അല്ലെങ്കിൽ ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ V/XL ആണ്. ഓക്കെ, ഈ V നെ നമുക്കറിയാം റെസൊണൻസ് കണ്ടീഷനിൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ V/R ആണ്. റെസൊണൻസിലെ കറണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ V/R ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് V നെ I × R എന്ന് എഴുതാം. ഈ R നെ നമ്മൾ R/ω0L നെ നമ്മൾ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ ഡിനോട്ട് ചെയ്ത പോലെ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ R/ω0L നെയാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം. ഓക്കെ, R/ω0L നെയാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ Q എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ടിന്റെ റിലേഷൻ QI ∠ -90° എന്ന് കിട്ടും. അതുപോലെ തന്നെ കപ്പാസിറ്ററിൽ കൂടി പോകുന്ന കറണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ QI ∠ 90° എന്ന് കിട്ടും. ഓക്കെ, സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ നമുക്ക് QV ആണ് കിട്ടിയത്. ഓക്കെ, QV ∠ +90. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് കേസിൽ QV ∠ -90 ആണ് നമ്മൾ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ കിട്ടിയത്. ഇവിടെ പാരലൽ റെസൊണൻസിൽ നമുക്ക് കിട്ടുക QI ∠ -90 അതുപോലെ തന്നെ QI ∠ +90 ആണ്. അടുത്ത് പാരലൽ സർക്യൂട്ടിൽ ഓർത്തിരിക്കുന്നത് ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ്. ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ നേരെ റിവേഴ്സ് ആയിരിക്കും. സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ എന്താണ് ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ കിട്ടിയത്, അതിന്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും നമ്മുടെ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ. ക്വാളിറ്റി ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് Q = R/ω0L അല്ലെങ്കിൽ RC സർക്യൂട്ട് ആണെങ്കിൽ ω0CR അല്ലെങ്കിൽ R × √C/L. ഓക്കെ, ഇതാണ് നമ്മുടെ ഏതിലെ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ്, ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻസ് ആണിത്. ഇതിന്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും നമുക്ക് സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പക്കയായിട്ട് പഠിച്ചിരിക്കുക. പാരലൽ റെസൊണൻസ് സർക്യൂട്ട് അല്ലെങ്കിൽ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. ഓക്കെ, ഏറ്റവും എളുപ്പം സീരീസ് റെസൊണൻസ് സർക്യൂട്ട് പഠിക്കാനാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ എല്ലാ പാരാമീറ്റേഴ്സും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ.